എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. 15-കാരൻ ആത്മഹത്യ ചെയ്ത പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുൻപ് ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ സംഭവം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് ഈ കുട്ടിയുടെ ആത്മഹത്യ നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അമ്മ ഇന്നലെ ഈ ഒരു ആരോപണവുമായി ഫേസ്ബുക്കിൽ പല വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഈ മിഹിർ അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ചും കൂടെ പഠിച്ചിരുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ മാനസികമായ പീഡനങ്ങൾ, ശാരീരികമായ ഉപദ്രവം, ടോയ്ലറ്റ് നക്കിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഏറെ മാനസിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് തന്റെ കുഞ്ഞ് ജീവനൊടുക്കിയതെന്ന് ഏറെ സങ്കടത്തോടു കൂടി ഒരു അമ്മ പുറം ലോകത്തോട് പറയുന്നു. അവിടെ കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് പറയുന്നു. ഈ 2 സ്കൂളുകളാണ് ഈ വിഷയത്തിൽ ആരോപണത്തിന്റെ നിഴലിലുള്ളത്, സംശയത്തിന്റെ നിഴലിലുള്ളത്. ഒന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ, 2 ജെം സ്കൂള്. രണ്ടും കൊച്ചിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള 2 സ്കൂളുകളാണ്. ഈ 2 സ്കൂളുകളുടെയും ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം റാഗിംഗ് ആണ് എന്ന് തന്നെയാണോ കുടുംബത്തിന്റെ ആരോപണം? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്, ഡാനി? പോലീസ് ഈ കേസിന്റെ അമ്മ നൽകിയ പരാതിയെ തുടർന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അമ്മ നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ സ്കൂൾ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ സമർപ്പിക്കാനടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ അവർ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് ഒരു 2 ഘട്ടം എന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും അതിൽ മൊഴികൾ സ്കൂളിൽ ചെല്ലുകയും അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ ഒരു സ്വഭാവം മാറുന്നത് അമ്മ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ഒപ്പം തന്നെ അവരൊരു തുറന്ന കത്ത് എന്ന രീതിയിൽ തന്നെ ഇതുമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയുകയും ചെയ്തതോടെയാണ് അതിൽ സ്വന്തമായ രീതിയിൽ തന്നെ അവർ അന്വേഷണം നടത്തുന്നത്. പ്രധാനമായും തന്നെയും ഈ കുട്ടിയുടെ സഹപാഠികളെ കേന്ദ്രീകരിച്ച് അവരിൽ നിന്ന് എന്താണ് സ്കൂളിൽ നടന്നത്, ഇങ്ങനെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള മനപ്രയാസമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലാണ് സഹപാഠികൾ പലരും തന്നെയും സ്കൂളിൽ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്ന മിഹിർ അഹമ്മദിന് നേരിടേണ്ടി വന്ന വൈഷമ്യങ്ങളടക്കം ഓരോന്നായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തത്. പലതും അവർ ഇവരോട് നേരിട്ട് പറയുകയും ചെയ്തതായിട്ട് പറയുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുമ്പോൾ ചില ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെയും അവർക്ക് ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ വിശദമാക്കുന്നതായിരുന്നു. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സഹപാഠികൾ പലരും തന്നെയും അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ഈ മുഖം ഈ ക്ലോസറ്റിൽ അമർത്തി വെച്ചുകൊണ്ട് ഫ്ലഷ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എത്രത്തോളം ഭീതിജനകമാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് നമുക്ക് ആലോചിക്കാവുന്നല്ലോ. അതുപോലുള്ളൊരു സങ്കീർണതകളിലൂടെയാണ് ഈ വിദ്യാർത്ഥി ഓരോ ദിവസവും ക്ലാസ്സിൽ കടന്നു പോയിരുന്നത്. സ്കൂളിലേക്ക് വരാൻ പോലും മടി തോന്നുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സഹപാഠികളിൽ നിന്ന് ഒപ്പം തന്നെയും സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നടക്കം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരവസ്ഥയായിരുന്നു. റാഗിംഗ് തന്നെ എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാൻ പോലും മടി തോന്നുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പോകുന്നു. നിറത്തിൻ്റെ പേരിലടക്കം ഈ വിദ്യാർത്ഥിക്ക് മറ്റുള്ളവരിൽ നിന്ന് അപമാനം സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നുവെന്ന് അമ്മയുടെ ആ ഒരു കത്തിലെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഈ സങ്കീർണതകൾക്കൊടുവിലാണ് കുട്ടി മനം നൊന്ത ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടുന്നത് എന്നതാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ക്രൂരമായ ഒരു റാഗിങ്ങിൻ്റെ ഇരയാണ് തങ്ങളുടെ മകനെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളാണ് അവർ
ഈ കത്തിലുടനീളം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ പരാതി സമർപ്പിക്കുന്നത്. DGPക്ക് അടക്കം നൽകിയ പരാതിയിലാണ് ഇതിലെ എന്താണ് ഇതിന്റെ വസ്തുത എന്നതടക്കം പരിശോധിക്കാൻ നിർദ്ദേശം നൽകുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കാണ് ഇതിന്റെ ഒരു ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടി മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് വിദ്യാർത്ഥികൾ തന്നെയാണ് എതിർഭാഗത്തുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടുമ്പോൾ അതിൽ കുറച്ച് സാവകാശം, അതായത് ഉടനടി എന്നതിനപ്പുറം കുറച്ചുകൂടി ഒരു സാവകാശം നൽകിയേക്കാം. പ്രത്യേകിച്ച് ഈ പരീക്ഷാകാലവും അടുക്കെയുള്ള ഒരു കാലങ്ങളാണ്. അതുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ മാതാപിതാക്കളെ കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട്, കാരണം ഇതിന്റെ അന്വേഷണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ കഴിയുകയില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. മനസ്സിലാക്കുന്നതനുസരിച്ച് DGPക്ക് അടക്കം നൽകിയ പരാതിയിൽ ചില കാര്യങ്ങൾ, പലരും ചില പേരുകൾ അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേരുകളിലുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടി കൃത്യമായ വിശദീകരണങ്ങൾ നേടേണ്ടതുണ്ട്. ഒപ്പം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് നടപടിയെടുക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് വിശദീകരണം വേണം എന്നതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ഒപ്പം ടോം, ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം, സ്കൂൾ സ്കൂളിൽ വെച്ച് റാഗിങ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ല, ഒന്നും മറച്ചു വെക്കാൻ ഒന്നുമില്ല എന്നാണ് ഈ സ്കൂൾ അധികൃതർ പറഞ്ഞത്. പക്ഷേ ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ സ്കൂളിൽ വെച്ച് തന്നെ ഇത്തരം സംഭവം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ മിഹിറിന്റെ ആത്മഹത്യാ കേസിന് തൊട്ടു പിന്നാലെ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകളുണ്ടായി, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. ഈ റാഗിംഗ് എന്ന സംഭവം പോലും പോലീസ് അന്വേഷിച്ചില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ സ്കൂളിന്റെ വിശദീകരണം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോമി, വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടില്ല, ഏത് രീതിയിലുള്ള ഒരു അന്വേഷണവും നേരിടാൻ തങ്ങൾ തയ്യാറാണ്, തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ഈ കേസിനെ സമീപിക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഒളിച്ചുവെക്കലും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അവർ പറയുന്നു. അവർ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം, ഇങ്ങനെയൊരു പരാതി, ഈ റാഗിംഗ് സംബന്ധിയായ ഒരു പരാതി എപ്പോഴെങ്കിലും വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പിന്നീട് ഈ വിദ്യാർത്ഥിയുടെ കുടുംബമോ ഉന്നയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് നടപടികളിലേക്കും നീങ്ങാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു പരാതി പോലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ പറയുന്ന ദിവസം, അതായത് ഈ ആത്മഹത്യ സംഭവിച്ച ദിവസം, കുട്ടി വീണ് മരിച്ച ദിവസം, അന്നും ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മിർ അഹമ്മദ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നു. വളരെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. ഈ മറ്റു ദിവസങ്ങളുമെല്ലാം അതുപോലെയാണ്. അധിക കാലമായിട്ടില്ല ഈ വിദ്യാർത്ഥി ഇവിടേക്ക് മറ്റൊരു സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടേക്ക് ഈ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രചരണം അത് സ്കൂളിന്റെ ഒരു സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നവർ പറയുന്നു. അതിന് എന്താണ് അവർ അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്ന രീതിയിൽ ഉന്നിയുള്ളതായിരിക്കാം അത്തരമൊരു ആശയം. എന്തായാലും അവർ പറയുന്നത് ഏത് തരം അന്വേഷണവുമായിട്ട് തങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. ഇന്ന് പോലീസ് ഇവിടെ സ്ഥലത്തെത്തുകയും ചില പരിശോധനകൾ നടത്തുകയും ചെയ്തതായി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയതാണെന്ന് പറയുന്നു. സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം ഇവർ ശേഖരിച്ചിട്ടുണ്ട്, പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിക്കട്ടെ. തങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സംഭവത്തിൽ അങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. കാരണം ഇങ്ങനെയൊരു കാര്യം, റാഗിംഗ് അങ്ങനെ സ്കൂളിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കാരണം അത് ഏതെങ്കിലും രീതിയിൽ അവരുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഈ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥിയോ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. സാധാരണഗതിയിൽ അതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് ഏതെങ്കിലും രീതിയിൽ. അതല്ലെങ്കിൽ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. ഈ കുട്ടിയല്ല ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങളോട് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അറിയേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊരു സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ സഹകരണം അവർ പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വിശദീകരണത്തിനും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഈ കേസിനെ
കാണുന്നത് സ്കൂളിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനുള്ളൊരു നീക്കം എന്ന രീതിയിലാണ് കാണുന്നത്. എന്താണ് അവരുടെ ന്യായീകരണം എന്നത് അതിന് വ്യക്തമല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണത്തിലേക്ക് വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. വ്യക്തമാക്കുന്നതനുസരിച്ച് സ്കൂൾ അധികൃതരെയും അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഒരു വട്ടം അതിന്റെ പ്രോസസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. കാരണം ഇതിൽ ഒരു റാഗിംഗ് നടന്നിട്ടുപോലെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ സ്കൂളിലെ. കാരണം ഇതുപോലുള്ള റാഗിംഗ് സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം 15 ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഈ ഒരു ജനുവരിയിൽ ഉണ്ടായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് എളുപ്പമാണ്. പക്ഷെ ഡാനി, ഇവിടെ ഈ ജസ്റ്റിസ് ഇന്നലെ ഈ മിഹിറിന്റെ അമ്മ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഈ മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിൽ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നു. പിന്നീട് ഈ പേജ് തന്നെ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെയും ചില സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സ്കൂളിന്റെ ഒരു ഇടപെടലിലൂടെയാണോ ഈ ഇൻസ്റ്റഗ്രാം പേജ് നീക്കം ചെയ്തത്? ഏറ്റവും അത്തരം കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അപ്രത്യക്ഷമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ സൈബർ ടീമിനെയും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നു, എന്തായിരുന്നു ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ആശയം എന്നതിനെല്ലാം തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട്. അത് പിന്നീട് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അതിൽ കൃത്യമായ സ്കൂളിന്റെ ഇടപെടൽ നടന്നിട്ടുണ്ടോ? മാത്രവുമല്ല, ഇതിൽ ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് അവർ പങ്കുവച്ച വിഷയങ്ങൾ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചാറ്റുകളുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ബോധപൂർവം ഇത്തരം ഒരു ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണോ എന്ന് പോലും പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് പറഞ്ഞത്. ഇതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. കൃത്യമായി ഏത് ദിവസമാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുകയും പിന്നീട് ഈ പരാതികളിലേക്കടക്കം കുടുംബം കടക്കുന്നു എന്ന രീതിയിൽ മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണോ എന്നതടക്കമുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായി നടക്കുന്നത്. ഹിൽ പാലസ് പോലീസാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിലും സൈബർ ടീമിനെ അടക്കം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചാറ്റിന്റെ ഒരു ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് അംഗങ്ങളായത്, ആ ഫോണുകളുടെ ഒരു വിശദാംശങ്ങൾ കൂടി ശേഖരിക്കുന്നു. കാരണം അത്രമേൽ ഗൗരവതരമായിട്ട് തന്നെയാണ് ഈ കേസിനെ കാണുന്നത്. അത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു റാഗിംഗ് സംഭവങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണവും പരിശോധനയും എല്ലാം തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കെല്ലാം തന്നെ പോകുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിൽ സ്കൂൾ അധികൃതരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അതിനുശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികളിലേക്ക് പോവുക. അവരുടെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷയടക്കം തടസ്സപ്പെടുത്താത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത രീതിയിൽ അവർ പഠിക്കട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിൽ കൃത്യമായ രീതിയിൽ പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയിൽ 15-കാരന്റെ ആത്മഹത്യയിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. സ്കൂളിനെതിരെ 2 സ്കൂളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. റാഗിങ്ങിനെ തുടർന്നാണ് 15-കാരനായിട്ടുള്ള മിഹിർ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണമുള്ളത്. ഇപ്പോൾ വന്നിട്ട്